കേരളത്തിൽ ഇത്രയും ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ, അല്ലെങ്കിൽ ബോധമില്ലാത്ത മനുഷ്യൻ തോന്നിപ്പോകുന്ന രീതിയിലാണ് വയനാട് പോയി പ്രത്യക്ഷപ്പെട്ടത്. പുള്ളി ഒരുങ്ങിയെന്ന് പട്ടാള വേഷമൊക്കെ എടുത്തിട്ട് ഇതൊക്കെ കയ്യിലുണ്ടാകുന്നത് ഇടയ്ക്കെടുത്ത് ഇടണമല്ലോ എന്ന് വിചാരിച്ച് സിനിമ മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ എവിടെയൊന്നും ചെകുത്താൻ എന്നാണ് ഈ പുള്ളിക്കാരൻ്റെ പേര്. ഈ പുള്ളിക്കാരൻ എപ്പോഴും ലാലേട്ടനെ കുറ്റം പറയുന്നൊരു പ്രകൃതമാണ്. ലാലേട്ടൻ്റെ ഏത് സിനിമ ഇറങ്ങിയാലും സിനിമ കാണുമൊന്നുമില്ല, പക്ഷേ ആ സിനിമയ്ക്ക് ചുമ്മാ റിവ്യൂ ചെയ്യും, അതിന് ഇതായിട്ട് പറയും. സിനിമ കാണാതെ തന്നെ അതിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ലാലേട്ടനെ ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിൽ പറയുന്ന ഒരു വ്യക്തിയാണ് ചെകുത്താൻ. അതുപോലെ തന്നെ നേരത്തെ എന്തോ ലാലേട്ടൻ്റെ വിഷയത്തിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ലാലേട്ടൻ ഫാൻസ് കുറേ പേര് നല്ലോണം ചാമ്പിയൊരു ആളാണ് ചെകുത്താൻ. അപ്പോൾ ഇതാണ്, അതൊക്കെ പോട്ടെ. ഇപ്പോൾ വന്നിരിക്കുന്നത് ലാലേട്ടൻ വയനാട്ടിൽ പോയിട്ടുണ്ടല്ലോ. വയനാട്ടിൽ പോയതിനെ കുറിച്ച് ആണ് ഇപ്പോഴത്തെ വിഷയം പുള്ളിക്കാരൻ്റെ. ലാലേട്ടൻ എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്നത്, ലാലേട്ടനെ മാത്രം ടാർഗറ്റ് ചെയ്ത് കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ചെകുത്താൻ എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ ലാലേട്ടനോട് ഇത്രയും വിരോധമുള്ള ഒരു വ്യക്തിനെ ഞാനിതുവരെ കണ്ടിട്ടില്ല. എല്ലാവരും ലാലേട്ടനെ സ്നേഹിക്കുന്നതാണ്. ലാലേട്ടനെ ഇതുപോലെ കുറ്റം പറയുന്ന ഒരാളെ ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ദുരന്ത ഭൂമിയിൽ നമ്മുടെ ലാലേട്ടൻ പോയ ഒരു ക്ലിപ്പ് ഉണ്ട്. ആ ഒരു ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് വിഷയത്തിലോട് തിരിച്ചു വരാട്ടെ. അതൊന്ന് കണ്ടു നോക്കൂ. ഉൾപ്പെടുന്ന 122 ഇൻഫൻട്രി ബറ്റാലിയൻ ആയിരുന്നു TA മദ്രാസ്. അവരിവിടെ വളരെ എല്ലാവരും അവരാണ് ആദ്യം ഇവിടെ എത്തിയത്. ഞങ്ങളുടെ 40 പേര് വളരെയധികം ശ്രമങ്ങൾ നടത്തി ഒരുപാട് പേരെ സേവ് ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ 16 വർഷമായിട്ട് ഞാൻ ആ ബറ്റാലിയനിലാണുള്ളത്. അപ്പം ഞാൻ അവരുമായിട്ട് ഒരുപാട് പരിചയവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇൻട്രാക്ഷൻസ് ഉള്ള ഒരാളാണ്. തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളുണ്ട്. അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ, അവർക്കൊക്കെ ഒരു നന്ദി പറയാൻ, മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായിട്ട് നീങ്ങണം. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു തീരുമാനമെടുക്കണം. ഒരിക്കൽ കൂടി ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും. ഇപ്പോൾ ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. ഈ ബ്രിഡ്ജിലായിരുന്നെങ്കിൽ ആർക്കും മുകളിലേക്കോ താഴേക്കോ പോകാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ ഏറ്റവും പെട്ടെന്ന് ഇതൊരു ഈശ്വരൻ്റെ സഹായം കൂടെ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് വിചാരിക്കാം. ഒരുപാട് പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം അവരെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന്. അതിലുപരി എനിക്ക് പറയാനുള്ളത്, ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട്, വിശ്വശാന്തി ഫൗണ്ടേഷനാണ്. ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു 3 കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്ന പോയതിന് ചെകുത്താൻ ഇത്രയും കടന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇന്ത്യൻ ആർമിക്ക് ആ ഒരു സൂപ്പർ സ്റ്റാർ അവരുടെ ഇടയിൽ അവരുടെ വേഷത്തിൽ വരിക എന്ന് പറയുന്നത് ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ്. ദുരന്ത ഭൂമിയിൽ അദ്ദേഹം പോയി, അദ്ദേഹം അവിടെയുള്ളവർക്ക് ഒരു ആശ്വാസമായി വലിയൊരു എമൗണ്ട് തന്നെ അവിടെ കൊടുക്കാനും ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിന് ഈ ചെകുത്താൻ വന്നിട്ട് ഇത്രയും ഇത് പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇയാൾക്ക് മോഹൻലാൽ എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കാൻ മോഹൻലാൽ പുറകെ കൂടിയിരിക്കുകയാണെന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ ചിന്തിച്ചു പോകുന്നത്. എന്ത് കണ്ടിട്ടാണ് ഇയാൾ ഇത്രയും മോഹൻലാലിനെ കുറ്റം പറയുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. ഈ ചെകുത്താൻ പറയുന്ന ആൾ ഈ ദുരന്ത ഭൂമിയിൽ പോവേ അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പദവിയുണ്ട്, ലെഫ്റ്റനന്റ് കേണൽ എന്നുള്ളൊരു പദവിയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ അതൊന്നും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അത് എന്തുകൊണ്ടാണ് കൊടുത്തത് എന്നൊക്കെ അതൊക്കെ പണ്ട് പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പദവിയുണ്ട്. ആ ഒരു ഇതിൻ്റെ പുറത്ത് തന്നെ അദ്ദേഹം പോവുകയും ചെയ്തു. അത് അവിടെയുള്ള ഇന്ത്യൻ ആർമിക്ക് അതൊരു അഭിമാനമാണ്. ഇന്ത്യൻ ആർമി ഏതൊരു സൂപ്പർ സ്റ്റാറിനേക്കാളും മുകളിൽ തന്നെയാണ്. എങ്കിൽ കൂടി ഒരു സൂപ്പർ സ്റ്റാർ അവരുടെ ഇടയിൽ അവരുടെ വേഷം ധരിച്ച് വരിക എന്ന് പറയുമ്പോൾ അത് ആർക്കാണെങ്കിലും ഒരു അഭിമാനം തന്നെയാണ്. അവർക്ക് ഒരു ഇതാണ്, കാണുന്നവർക്കാണെങ്കിലും അവിടെ ഉള്ളവർക്കാണെങ്കിലും ഒരു ആശ്വാസം, ഒരു അഭിമാനമാണ്. അതുകൊണ്ടാണ് മോഹൻലാൽ അവിടെ പോയത്. അപ്പോൾ അതിന് ഈ ചെകുത്താൻ എന്തിനാണ് ഇത്രത്തോളം സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത്രത്തോളം കുറ്റപ്പെടുത്തി പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ വക 3 കോടിയോളം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മോഹൻലാലും പേഴ്സണലായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്നൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. അത് എത്രയാണെങ്കിലും അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടല്ലോ, അതാണ് നമ്മളവിടെ നോക്കേണ്ടത്. ഇപ്പോൾ ഒരു 500 രൂപയാണെങ്കിലും ഒരു 1000 രൂപയാണെങ്കിലും ആ ഒരു ദുരന്ത ഭൂമിയിൽ കൊടുക്കുന്നത് അത്രയും വലിയ കാര്യമാണ്. അവിടെ എല്ലാം നശിച്ച് എല്ലാവരും എല്ലാം പോയി കിടക്കണം. അപ്പോൾ നമ്മൾ 1 രൂപയാണെങ്കിലും കൊടുക്കുന്നത് അവർക്കതൊരു വലിയൊരു ആശ്വാസമാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഈ മോഹൻലാലിനെ എന്തിനാണ് ഇയാൾ വന്നിട്ട് ഇങ്ങനെ പിന്തുടർന്ന് ആക്രമിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും ഈ യൂണിഫോമൊക്കെ ആയിട്ട് മോഹൻലാൽ വന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ എന്തായാലും നമ്മുടെ ചെകുത്താൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ചെകുത്താൻ അങ്ങോട്ട് കയറി മേഞ്ഞിരിക്കേണ്ടത് ഭയങ്കരതായിട്ട് സംസാരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ചെകുത്താൻ്റെ കുറച്ച് വാക്കുകളൊന്ന് കേട്ടിട്ട് വരാം. ഒന്ന് കേട്ട് നോക്കൂ. ഇത് കയ്യിലുണ്ടാകുന്നത് ഇടയ്ക്കെടുത്ത് ഇടണമല്ലോ എന്ന് വിചാരിച്ച് സിനിമ മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ എവിടെയൊന്നും ഇട്ടേക്കാം എന്ന് പറഞ്ഞു. അല്ലാതെ ഒരു വഴിക്ക് പോകുമ്പോൾ ഇങ്ങനെ പോകണമെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പട്ടാളക്കാരനാണ് പോകണം. പക്ഷെ ഇയാൾ അങ്ങനത്തെ ആളൊന്നുമല്ലല്ലോ. എന്തോ പഴയങ്ങാനാണ് പോയത്. ഇവിടെ ഇതൊക്കെ ഒരു മേക്ക് ബിലീഫ് അല്ലേ മോനെ എന്നൊക്കെ പറയാനായിരിക്കും.
അല്ല ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ത് ഇയാൾക്ക് ഇനിയും എത്ര ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ മന്ത്രിമാർ പോയി ഉള്ളത്തരം കാണിച്ച പോലെ മോഹൻലാൽ ഒരു ഉള്ളത്തരം കാണിക്കുന്നു എന്ന് പറയും. ഇങ്ങനെയുണ്ട് നാണം കെട്ട മനുഷ്യൻ. ബുദ്ധിശൂന്യ പ്രവർത്തികൾ ചെയ്യുന്നതിൽ കേരളത്തിലെ നമ്പർ 1 ആളാണ് മോഹൻലാൽ. അത് പോയി ഇതുപോലൊരു അധപ്പതിച്ച രീതിയിൽ ജീവിക്കാൻ ഒരു പ്രത്യേക മണ്ടത്തരം വേണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ കേണൽ പദവിയിലൊക്കെ ഇരുത്തുക എന്ന് പറയുന്നതാണ് മിലിറ്ററിയുടെ ഒരു പരാജയമായിട്ട് തോന്നുന്നത്. മിലിറ്ററിക്ക് നാണക്കേടാണ് ജീവിതമുള്ള ഒരു മനുഷ്യനെ പറ്റി അതൊക്കെ അവതരിപ്പിക്കാനായിട്ട് ഇയാൾ ഫാൻസി ഡ്രസ് എവിടെ പോയിക്കോട്ടെ ഇതിന് ഇങ്ങനെ പദവി കൊടുത്തുവിടുന്നത്. അതും 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് ചെല്ലുന്നത്. അതിന് ഉത്തരവാദിത്വം എനിക്കൊന്നും ഉടുപ്പ് തയ്പ്പിക്കാൻ വെയിറ്റ് ചെയ്യുന്ന പഠിക്കാനൊന്നും പോകുന്നില്ല. പറയുന്നതിന് ചെറിയൊരു കുറവുണ്ടാവും. എന്തായാലും ബാക്കിയുള്ള പുള്ളിക്കാരെ നീട്ടി വെച്ച് എന്തൊക്കെയോ പറയുന്നു. എന്തായാലും ഇതിനൊക്കെ പറയാ. അയാൾ ഈ ചെകുത്താൻ പറയുന്നത് ഫാൻസി ഡ്രസ്സ്, മോഹൻലാൽ ഫാൻസി ഡ്രസ്സ് ഇട്ട് പോയി എന്നൊക്കെ പറയുന്നത്. ഇവനെയൊക്കെ എന്താണ് പറയേണ്ടത്? ഇവനെയൊക്കെ ശരിക്കും നല്ല അടി കിട്ടേണ്ട തന്നെയാണ്. ഇപ്പം നമ്മുടെ മുലപ്പാൽ ചോദിച്ചിട്ട് ഒരുത്തൻ വന്നിട്ടുണ്ടായിരുന്നില്ല, ദുരന്ത ഭൂമിക്ക് മുലപ്പാൽ കൊടുക്കുന്നതിന് എനിക്കും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അവനക്കും ശരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ ഇവനക്കും ചുട്ടപ്പെട കിട്ടുകയാണെങ്കിൽ തീരാവുന്നതേ ഉള്ളൂ ഇവൻ്റെ പ്രശ്നവും കഴപ്പും. അപ്പോൾ അമ്മാതിരി വർത്താനാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. ഇവൻ എന്തിനാണ് ലാലേട്ടൻ്റെ അടുത്ത് ഇത്രയും ഈഗോ എന്ന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം വലിയൊരു സെലിബ്രിറ്റിയാണ്, വലിയൊരു നടനാണ്. അപ്പോൾ അതിന് അദ്ദേഹത്തിനോട് ഇവനക്ക് എന്തിനാണ് ഇത്ര വിരോധം, ഇത്ര ദേഷ്യം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. വീണ്ടും അവൻ വലിച്ചു നീട്ടി എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടിട്ട് വരാട്ടോ. ഒന്ന് കേട്ട് നോക്കൂ. ജയലളിത വന്നതിന് മുമ്പ് എവിടെ എല്ലാവർക്കും അറിയാലോ, അവിടെ നിന്ന് കിട്ടിയായിരിക്കും ആ കാര്യം എടുത്തിട്ട് എനിക്കാണെങ്കിൽ കാണുമ്പോൾ നാട്ടിൽ കുറെ പറ്റിക്കാൻ പോയതുകൊണ്ട് പറ്റിച്ച് ഉറങ്ങാൻ മരിച്ചൊരു സ്ത്രീ. അപ്പൊ ഇവിടെ വേണ്ട, ശരിയല്ല, ഞാൻ മനസ്സിലായി ഇത് ബാൻ ചെയ്യേണ്ട സംഭവമല്ലേ. അല്ല പിന്നെ ഇല്ല, പറ്റത്തില്ല, ഒരു രീതിയിലും പറ്റത്തില്ല. റെസ്ക്യൂ ഓപ്പറേഷൻ വരുന്നവർക്ക് ഒരു ഡ്രസ് കോഡ്, ഒറ്റ ഡ്രസ് കോഡ് ഗവൺമെന്റ് അങ്ങ് നിശ്ചയിക്കുക, എല്ലാ സംഘടനകളെ അറിയിക്കുക. കഴിഞ്ഞ മാസം സേവനം ഇഷ്ടപ്പെട്ടു, പക്ഷേ നിങ്ങൾ ഈ യൂണിഫോമിനകത്തൊരു യൂണിഫോം കോഡ് ഉണ്ട്. അങ്ങനെ ഈ സംഘടനകളുടെ പേര് വെച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. ഇതിന് പ്രത്യേകം പേരൊന്നും വെക്കണ്ട. അല്ലെങ്കിൽ എന്തുകൊണ്ട് റെസ്ക്യൂ ഓപ്പറേറ്റർ, റെസ്ക്യൂ എന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലും, വി ഹെൽപ്പ് എന്നോ, ഐ കെയർ എന്നോ, ഹൂ കെയർസ് എന്നോ, നത്തിങ് എൽസ് മാറ്റേഴ്സ് എന്നോ, അതും അല്ലെങ്കിൽ വേറെന്തോ എന്തെങ്കിലുമൊക്കെ എടുത്തങ്ങ് എഴുത്. വാക്കസ്ഥാനും സവാരി കിരിയൊന്നും എഴുതരുത്, ഭയങ്കര തറ. അതുകൊണ്ടാണ് മനസ്സിലായോ? അല്ലെ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ എഴുതി, നല്ല രസമുണ്ട്. ദൈവം ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അത് വേണം, നിർബന്ധം വേണം. കാരണം ഈ പ്രാവശ്യം ഒത്തിരി പ്രശ്നം ഉണ്ടായി, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി. എപ്പോഴും ഇങ്ങനെ ഇത് ഇവർ പലരും എന്തിനാ വരുന്നത്? അപ്പോൾ ഈ പബ്ലിസിറ്റിയുടെ ആൾക്കാർ കൂടെ വരുവേ. ചിലപ്പോൾ ഈ പറഞ്ഞ ഒരു മനുഷ്യനെ സഹായിക്കാൻ വരുന്ന 4 പേര് കാണും. അതിന്റെ കൂടുതൽ പബ്ലിസിറ്റിക്ക് ഒരു 10 പേര് വന്നാൽ അതൊരു ഉന്തുണ്ടല്ലോ ഉണ്ടാക്കുക, തിരക്കുണ്ടാക്കുക എന്നുള്ള, അല്ലാതെ ആൾ കൂടിയ പാമ്പ് യാത്ര എന്ന് പറയുന്ന പോലെ അവിടെ തിരക്കുണ്ടാക്കി അലമ്പാകാനുള്ള ഒരു സാധ്യതയും കൂടെ. അത് ശരിക്കും ആദ്യത്തെ ആ ഫ്ലഡ് നടന്ന സമയത്ത് തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു. അതിന്റെ എല്ലാവരും ആലോചിച്ചു. പക്ഷേ ഇത് ഈ ഇതിനകത്ത് വന്ന ആളുകളുടെ യൂണിഫോമിനെ പറ്റിയും ഇതിന്റെ എഴുതി വെച്ചിരിക്കുന്ന പേരുകളെ പറ്റി എല്ലാം കമന്റുകൾ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഇപ്പോൾ മനസ്സിലായ കാര്യമാണ്. ഈ പറഞ്ഞ പരിപാടി അവതരിപ്പിക്കാൻ സേവനത്തിൽ വരുന്നവരുടെ കൂടെ ഒരു 5 പേര് വരുന്ന സ്ഥാനത്ത് അവർ 15 പേര് വന്നതാണ്. അത് വായന നടന്നത് പാത്രം പാഴുമായിരുന്നു, ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. പബ്ലിസിറ്റിക്ക് വേണ്ടി തന്നെ വരുന്നത്, അവിടെ മെഴുകാൻ വരും. അപ്പൊ അവരുടെ ആ മെഴുകൽ വെച്ചിട്ട് കുറഞ്ഞിരിക്കും. സേവനത്തിന് താല്പര്യമുള്ള പാർട്ടിയോ ജാതിയോ മതമോ രാജ്യമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അവർക്ക് തന്നെ വന്നോളൂ. ഇപ്പൊ അവിടെ ആംബുലൻസിൽ എന്റെ സുഹൃത്തുക്കളുണ്ട്, അവർക്ക് അറിഞ്ഞു പോയേ ഉള്ളൂ. അത് ഒത്തിരി പേര് ഇതിനകത്ത് 2 പെടാത്ത ആൾക്കാർ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു കൂട്ടർക്ക് മാത്രം പ്രത്യേക ഒരു ഇടപെടലുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം വേറെ ഒന്നല്ല. ഈ ഉടുപ്പ് കാപ്പി എടുക്കുമ്പോൾ തന്നെ അറിയാം. ഇങ്ങനെ ഉടുപ്പ് അടിച്ചെടുക്കുന്നതിന് പ്രിന്റ് എടുത്തിരിക്കുന്നതിന് ഞാൻ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പ്രിന്റ് ചെയ്തു, ഫേസ്ബുക്ക് പേജ് പോലെ തന്നെ ഡിസൈൻ ചെയ്ത് അത് എന്നിട്ട് നടക്കും. അത് പക്ഷേ ഇവിടെ കൂടെ നടക്കത്തുള്ളൂ. വീഡിയോ എടുക്കുമ്പോൾ ഇട്ടുകൊണ്ടിരിക്കുക. അല്ലാതെ ഇങ്ങനെ ദുരന്ത ബാധിത മേഖലയിലേക്ക് പോയി കിടന്ന ഒരു പേഷ്യന്റ് വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ ഇടാറില്ല. വേണം അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാം. പക്ഷേ അതൊക്കെ ഇച്ചിരി അതിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ മാർഗ്ഗം മരിച്ചിട്ടുണ്ടെങ്കിൽ 10 പേരെ കൂടെ നടക്കും, അവർ കാണുന്ന രീതിയിൽ അതുകൊണ്ട് തന്നെയാണ് പ്രിന്റ് ചെയ്തേക്കുന്നത്. അതിനകത്തൊരു സംശയമില്ല. അത് ഇട്ടുണ്ട് മരണ വീട്ടിലോ അല്ല ഈ പറഞ്ഞ ആശുപത്രിയിലോട്ട് പോകുന്ന വഴിക്ക് ആശുപത്രി പോകാൻ ഇറങ്ങുമ്പോൾ ഇതെടുത്തിട്ട് ഇറങ്ങാം എന്ന് പറയുന്നത് മോഹൻലാൽ. എല്ലാവരും മരിച്ചു പോകുന്നത് അറിയാം. നമുക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഉൾപ്പെട്ടതിന്റെ കാരണവശാൽ പോകുന്ന പോലല്ല, ഇതിനുവേണ്ടി ഇറങ്ങുമ്പോൾ വീട്ടിൽ ഇറങ്ങുമ്പോൾ ഇവൻ എങ്ങോട്ട് കയറി പോകുന്നത് മനസ്സിലാവുന്നില്ല. അവൻ പറഞ്ഞു ഇനി മോഹൻലാലാണ് അവിടെ ദുരന്തം വരുത്തി വെച്ചത് എന്ന് തന്നെ പറയും എന്നാണ് തോന്നുന്നത്. അത്രയ്ക്കും ഇതായിട്ടാണ് അവന്റെ സംസാരവും ഇതും കേൾക്കുമ്പോൾ. എന്ത് തന്നെയാണെങ്കിലും ഇവൻ ഇത്രത്തോളം പറഞ്ഞത് എന്തായാലും ഒട്ടും ശരിയായിട്ടില്ല. അപ്പോൾ യൂണിഫോം വന്നു, ഫാൻസി ഡ്രസ്സ്, അങ്ങനെ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പോൾ അവർ ഓരോരുത്തരും ഓരോരോ ഇതായിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ പബ്ലിസിറ്റിക്കോ കാര്യത്തിനോ ഒന്നും വേണ്ടിയിട്ടല്ല, അവർ ഓരോ ഗ്യാങ് ആയിട്ടാണ് വരുന്നത്. ഓരോ ഗ്യാങ്ങിലാണ് അവിടെ ദുരന്ത ഭൂമിയിൽ സന്ദർശിക്കുന്നതും. അവരുടെ ഓരോ ഡ്രസ്സിങ് കോഡ് ഉണ്ട്, അതിനനുസരിച്ചാണ് അവരവിടെ വരുന്നതും അവിടെ ഉള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതും സഹായിക്കുന്നതും രക്ഷാപ്രവർത്തനം നടത്തുന്നതും ഒക്കെ. അവർക്ക് ഓരോ യൂണിഫോം ഉണ്ട്, അത് ധരിച്ചിട്ടാണ് വരുന്നത്. ആ ഒരു രീതിയിലായിരിക്കും എന്തായാലും മോഹൻലാലും വന്നിട്ടുണ്ടാകുക. ആ മോഹൻലാൽ ഈ ഒരു വസ്ത്രം ധരിച്ച് വന്നതിന് ഫാൻസി ഡ്രസ്സ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എടുത്ത് വെച്ച ഡ്രസ്സ് എടുത്തിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഇടണ്ടേന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടിട്ട് വരുവാണ്. ഇങ്ങനെയൊന്നും ഇയാൾ സംസാരിക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇയാൾക്ക് 8ന്റെ പണി തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ നടൻ സിദ്ദീഖ് ഇയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കേസ് നടന്നപ്പോൾ പുള്ളിക്കാരൻ്റെ ഇതിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളെല്ലാം ഡിലീറ്റ് ചെയ്ത് പുള്ളിക്കാരൻ മുങ്ങിയെന്നാണ് പറയുന്നത്. എന്തായാലും നടൻ സിദ്ദീഖ് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്ന കുറച്ച് വാക്കുകളൊന്നും നമുക്ക് കേട്ടിട്ട് വരാട്ടോ. ഒന്ന് കേട്ടു നോക്കൂ. മറ്റൊരാളെ കയ്യേറ്റം ചെയ്യാനുള്ള
സ്വാതന്ത്ര്യം നമുക്കില്ല. ആരെയും എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. നമുക്ക് ലിബർട്ടിയാണുള്ളത്, റെഗുലേറ്റഡ് ഫ്രീഡം എന്നാണ് പറയുന്നത്. ലിബർട്ടി, നമ്മുടെ ഫ്രീഡത്തിനും ഒരു റെഗുലേഷനുണ്ട്. മറ്റൊരാളെ ഹനിക്കാനോ അയാളെ മാനസികമായിട്ട് വേദനിപ്പിക്കാനോ ഒന്നും ഒരാൾക്ക് സ്വാതന്ത്ര്യമില്ല. അതിനൊക്കെ ഇവിടെ നിയമങ്ങളുണ്ട്. അപ്പം അത്തരം നിയമം അനുശാസിക്കുന്ന രീതിയിൽ ഒരാളെ, മോഹൻലാലിനെ വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട്, മോഹൻലാൽ ചെയ്തത് അയാൾ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ആ സമയത്ത് പോകാൻ പറ്റി. നമ്മൾ പലരും അവിടെ ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ട് സാധിക്കുന്നില്ല. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഒരു പബ്ലിക്കിന് പ്രവേശനമില്ല. പക്ഷേ മോഹൻലാൽ എന്ന വ്യക്തി ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് ആർമിയുടെ കൂടെ അവിടെ ഒന്ന് പോകാൻ സാധിച്ചു. അത് അദ്ദേഹം ചെയ്തൊരു വലിയ പുണ്യപ്രവൃത്തിയാണ്. അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കാനും, പിന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ അതിനുവേണ്ടി സാമ്പത്തികമായ സഹായം വാഗ്ദാനം ചെയ്തു എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. അത് അദ്ദേഹം ചെയ്തൊരു വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ, അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി. പിന്നെ ഞാനൊരു സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നത് കൊണ്ട്, ഇപ്പോൾ മോഹൻലാൽ സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല, മോഹൻലാലിനെ മാത്രമല്ല ഈ സംഘടനയിലെ ഒരു സാധാരണ മെമ്പറെ പോലും അങ്ങനെ ഒരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാനത് പോലീസിൽ ഇടപെടുകയും ഞാൻ റിട്ടേൺ ആയിട്ടുള്ള കംപ്ലയിൻറ്റ് കൊടുക്കുകയും ഇതിനെതിരെ ഒരു നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തത്. തീർച്ചയായും പോലീസിൻ്റെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് സൈബർ ക്രൈംസിൻ്റെ DGP ശ്രീ ഹരിശങ്കർ വളരെ വ്യക്തിപരമായിട്ട് തന്നെ അദ്ദേഹം അതിന് ഒരു താല്പര്യമെടുത്ത് ഈ കുറ്റവാളി എന്ന് തന്നെ പറയാം, ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം ഉണ്ടായതിൽ ഞാൻ അദ്ദേഹത്തോടാണ് വ്യക്തിപരമായിട്ട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതാണ്, പുള്ളിക്കാരൻ ഒളിവിലാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ എന്താണെങ്കിലും പോലീസ് പിടിച്ചാലും സൈബർ ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പോലീസ് പിടിച്ചാലും എന്തായാലും താക്കീത് ചെയ്ത് വിടുമായിരിക്കും, അല്ലെങ്കിൽ 2 എണ്ണം കൊടുക്കുമായിരിക്കും. എന്തായാലും അത്രേ ഉണ്ടാവുള്ളൂ. അതെന്തായാലും കൊടുത്ത് ഇതാക്കിയിട്ട് വിടുമായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും പേര് ചെകുത്താൻ എന്നാണല്ലോ. ചെകുത്താൻ എന്ന് പറയുമ്പോൾ എന്തും പറയാം, എന്തും പ്രവർത്തിക്കാം എന്നുള്ളൊരു ഇതാണല്ലോ ചെകുത്താൻ എന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഇയാളിപ്പോൾ 2 എണ്ണം കിട്ടിയാലും എന്ത് ചെയ്താലും ഇയാൾ ഈ ഒരു സ്വഭാവം നിർത്താനൊന്നും പോകുന്നില്ല. ഇയാൾ തുടരുക തന്നെ ചെയ്യും. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ പുള്ളിക്കാരൻ ഒളിവിലാണെന്നാണ് കേട്ടത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് കിട്ടും തന്നെ, നമുക്ക് കിട്ടാതിരിക്കില്ല. എന്തായാലും കിട്ടിക്കഴിഞ്ഞതാ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് വിടുമായിരിക്കും. എന്തായാലും ശരിക്കും കിട്ടുക തന്നെ വേണം. നമ്മൾ ഇത്രയും നല്ലൊരു ഇത് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വിമർശിക്കാനും കുറ്റപ്പെടുത്താനൊക്കെ നിൽക്കുന്നവർക്ക് ശരിക്കും കിട്ടുക തന്നെ ചെയ്യണം. അത് പോലീസാണെങ്കിലും ശരി, അല്ലാതെ നാട്ടുകാരാണെങ്കിലും ശരി, മോഹൻലാൽ ഫാൻസ് ആണെങ്കിലും ശരി, ശരിക്കും കൊടുക്കുക തന്നെ ചെയ്യണം. കൊടുക്കാതെ ഇവന്മാരൊക്കെ വെറുതെ വിട്ട വീണ്ടും പിന്നെ പേര് ചെകുത്താൻ എന്നതായതുകൊണ്ട് എത്ര കിട്ടിയിട്ടും കാര്യമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഇത് കണ്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.